ഹലോ, ഇന്നൊരു കുഞ്ഞൻ വ്ളോഗാണ് കാണിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ഉച്ചയായപ്പോഴത്തേക്കും എനിക്കൊന്ന് കടയിൽ പോകണമായിരുന്നു. അല്ലുവിനെയും കൂട്ടിക്കൊണ്ടാണ് കടയിൽ പോകുന്നത്. പോകുന്ന വഴിക്ക് മുറ്റത്തിറങ്ങിയപ്പം പൂച്ച ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പം അല്ലുവിനൊരു കൗതുകം, ഒരു അടിയും കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കടയിൽ പോവുകയാണ്. അവൻ എപ്പോഴും ഇങ്ങനെയാണ്, പൂച്ച മുറ്റത്തിരിക്കുന്ന കണ്ടാൽ രണ്ടെണ്ണം കൊടുക്കും. ഒന്നുകിൽ കമ്പെടുത്ത് കൊടുക്കും, ഇല്ലെങ്കിൽ കയ്യിലെടുത്ത് എറിഞ്ഞു കൊടുക്കും. അപ്പോൾ ഇപ്പോൾ നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുള്ള ഈ തോട് നല്ല വൃത്തിയിലാണ് പോകുന്നത്. സാധാരണ വെയിലൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമുള്ള പ്ലാസ്റ്റിക്കും കുപ്പിയും ചപ്പും ചോറൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് കിടക്കും. ഒഴുകി പോകാനുള്ള വെള്ളം ഉണ്ടാകത്തില്ലല്ലോ. മാത്രമല്ല ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുള്ള കാടും ഒക്കെ ഇങ്ങനെ പറിച്ച് കളയാറുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു വീടുണ്ട്. അവിടെ ആൾതാമസം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാട് കയറി കിടക്കുകയാണ്. മാത്രമല്ല അവരുണ്ടായിരുന്നപ്പോഴും അങ്ങനെ ക്ലീൻ ചെയ്തൊന്നും ഇടുന്ന ആൾക്കാരല്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ കോലിഞ്ചി അല്ലെങ്കിൽ കാട്ടിഞ്ചി എന്നൊക്കെ പറയില്ലേ, ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നത് കണ്ടു. സത്യം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കാത്തതായിരിക്കാം. ഞാൻ ഇതിന് മുന്നേ ഇങ്ങനെ ആ ഒരു പൂവിൽ വീണ്ടും ഒരു യെല്ലോ കളർ കുഞ്ഞു പൂവുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. ആ ഒരു വലിയ പൂവ്, ആ ഷാമ്പു പോലെ നമ്മളിങ്ങനെ പുഴിഞ്ഞെടുക്കത്തില്ലേ, അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒരു കൗതുകം തോന്നി. അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തത്. ഞങ്ങളുടെ വീടിൻ്റെ മുൻപേ ഉള്ള ആ ഒരു തോട് ഇതുപോലെയാണ് കറങ്ങി തിരിഞ്ഞ് വരുന്നത്. ഇങ്ങോട്ടൊക്കെ എത്തുമ്പോൾ അത്യാവശ്യം ചെറിയ ഒരു തോടാണ്. നമ്മുടെ ആ ഒരു ഭാഗത്തൊക്കെ ഇച്ചിരി വലുതും ആഴം കൂടിയതൊക്കെയാണ്. അപ്പം കടയിലെത്തിയിട്ടുണ്ട്. മെയിനായിട്ടും ഞാൻ പഴം മേടിക്കാനാണ് വന്നത്. പഴം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീരുന്നതിനനുസരിച്ച് ഞങ്ങളിങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കും. ഈ കപ്പപ്പഴം അങ്ങനെയുള്ളതൊന്നും ഇഷ്ടമല്ല. ഈ കുഞ്ഞൻ പഴമാണ് രണ്ടുപേർക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ വന്നതും ചോദിക്കും. പഴം തീർന്നിട്ട് 1-2 ദിവസമായി, മേടിക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ എന്തായാലും ഭാഗ്യത്തിന് പഴമുണ്ട്. അല്ലുവും നീനും എൻ്റെ കൂടെ മെയിനായിട്ട് കടയിൽ വരുന്നത് വേറെ ഒന്നിനുമല്ല, ഈ മുട്ടായി മേടിച്ച് കൊടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഞാൻ മുട്ടായി മേടിച്ച പാടെ ഒന്ന് കൊടുത്തു. ഭയങ്കര ബഹളമായിരുന്നു മുട്ടായി കണ്ടത്. അങ്ങനെ അവനെയും കൊണ്ട് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് കടയിൽ ഒന്ന് വീട്ടിലോട്ട് പോവുകയാണ്. ഇത് വീടോട് ചേർന്നിട്ടുള്ളൊരു കുഞ്ഞൻ കടയാണ്. അത്യാവശ്യ സാധനങ്ങൾ ഞങ്ങളും എല്ലാവരും ഇവിടെ നിന്ന് തന്നെയാണ് മേടിക്കുന്നത്. ഒരുപാട് സാധനങ്ങളൊന്നും അവിടെ ഉണ്ടാവാറില്ല. ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് പോയി മേടിക്കാൻ പറ്റും. അപ്പം അല്ലു വീട്ടിൽ വന്ന പാടെ തന്നെ ചെരുപ്പൂരാൻ നോക്കിയതാണ്. ആളിങ്ങനെ മുട്ടുകുത്തി നിന്നിട്ട് കാല് കുടയുമ്പോൾ ചെരുപ്പൂരി വീഴും സാധാരണ. ഇന്ന് പറ്റിയില്ല. അപ്പോൾ ഈ വീഴ്ച കണ്ടപ്പോൾ എനിക്ക് വേറെ ഒന്നുമല്ല ഓർമ്മ വന്നത്. ജഗതിയുടെ ഒരു ഡയലോഗില്ലേ, വീണതല്ല സാഷ്ടാംഗം നമിച്ചതാണെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഥകൊക്കെ തുറന്ന് വീട്ടിൽ ഇറങ്ങി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എല്ലാം വെച്ച് അത് കഴിഞ്ഞപ്പോൾ അല്ലുവിന് പിന്നെ പഴം അത്ര പഴുത്തിട്ടില്ല, എന്നാലും അവൻ കഴിച്ചോളും. അവന് പഴമൊക്കെ കൊടുത്ത് കുറേ സമയം വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരുന്ന് ടി വി ഒക്കെ കണ്ടിട്ട് ഇരുന്നിട്ട് ഞങ്ങൾ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ കുഞ്ഞിന് കൊടുത്തിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പം അവൻ്റെ പാടിന് മിണ്ടാതെ കാർട്ടൂണും കണ്ടിട്ട് ഇരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ കഴിച്ചു തുടങ്ങിയ മടി കയറിയിരിക്കും. അങ്ങനെ അവനെ ഉറക്കിയതിന് ശേഷം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവൻ നല്ല ഉറക്കമാണ് വീട്ടിൽ. അപ്പോഴത്തേക്ക് മോളുടെ സ്കൂൾ ബസ് വന്നു കഴിഞ്ഞു. വീടിൻ്റെ അടുത്ത് തന്നെയാണ്, കുറച്ചൊന്ന് നടന്നാൽ മതി. അങ്ങനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വരുന്ന വഴിക്ക് ഇന്നലെ അവൾ വാട്ടർ ബോട്ടിൽ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ പറയുകയാണ്, ഇവിടെ വീണിട്ടുണ്ടായിരുന്നു. ഇവിടെയൊന്നും അല്ല വീണത്, ബാഗിൽ നിന്ന് വണ്ടിയിലാണ് വീണത്. ഞാൻ വീട്ടിൽ വന്ന പാടെ തന്നെ അവളുടെ ആൻറ്റിയോട്, അതായത് സ്കൂളിലെ ആയോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വണ്ടിയിൽ കിടപ്പുണ്ട്, ഞാൻ എടുത്ത് വെക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ഇനി പിള്ളേർക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കുകയാണ്. 2-3 ദിവസം കൊണ്ട് അനീനിക്കുട്ടി ഇങ്ങനെ ചോദിക്കുകയാണ്, അമ്മ ആവിയിൽ ഇതുപോലെ മധുരമൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള കൊഴുക്കട്ട ഉണ്ടാക്കി തരുമെന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഉള്ള ഒരു കോണ് മാവായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടി, അരിപ്പൊടിയും കുറച്ച് ജീരകവും ഉപ്പും ചേർത്തിട്ടാണ് വിരകിയിട്ടുള്ളത്. പിന്നെ അകത്തെ ഫില്ലിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് അതിൽ ഞാൻ കുറച്ച് അവൽ, കുറച്ച് നെയ്യ്, പിന്നെ തേങ്ങ ചിരകിയത്, ഒരു 2-3 ഏലക്ക ചതച്ചിട്ടിട്ടുണ്ട്, കുറച്ച് കപ്പലണ്ടി, പിന്നെ ഉണക്കമുന്തിരിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഇതിനകത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ ആവിയിൽ പുഴുങ്ങിയെടുത്ത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അങ്ങനെ കഴിച്ചിട്ട് കുറച്ച് സമയം ഇരിക്കുന്ന സമയത്താണ് മഴക്കോളുണ്ട് വീണ്ടും. അപ്പം ഞങ്ങൾ കുറച്ച് നനഞ്ഞ പലക വീട്ടിലുണ്ടായിരുന്നു, അതെല്ലാം വാരി വെയിലത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ ദിവസം കൊണ്ട് ടെറസിലൊന്നും കയറാറില്ല, കാരണം പിള്ളേരെയും കൊണ്ട് കയറാൻ പറ്റത്തില്ല, കാരണം നല്ല പായലായിരുന്നു. അപ്പം ഒരു 2-3 ദിവസം കൊണ്ട് വെയിലായപ്പം അതെല്ലാം ഒന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ ടാർപ്പയൊക്കെ ഇട്ടേക്കുന്ന സ്ഥലത്ത് ഇതുപോലെ നനവുണ്ട്. അപ്പം പിള്ളേരും അപ്പനുമായിട്ട് ഇതെല്ലാം പറക്കി വെച്ചുകൊണ്ട് എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് അവരിങ്ങനെ ഓടി കളിക്കട്ടെ എന്ന് വെച്ചിട്ട്, അവർക്ക് ഭയങ്കര ഉത്സാഹമാണ് ഇങ്ങനെ കളിക്കാനൊക്കെ. ഈ കളി ഇപ്പോൾ അവസാനിക്കും, അല്ലു അടി ഉണ്ടാക്കും, കളി അവസാനിക്കും, നീനുകുട്ടി കരയുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൻ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ പുതിയതായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.